ഒന്ന് നോക്കിക്കോണേ, ഞാൻ പറഞ്ഞുതരാ കേട്ടോ. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയിട്ടോ. ഞാൻ പോയിട്ട് വരാമേ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാം. ഇപ്പോൾ വ്ളോഗ് ചെയ്ത് ശരിയാവില്ല. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഒരുപാട് നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാനായിട്ട് പോവാണ്. ഞാനെൻ്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ സമയത്ത് പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വേണം ചെയ്യാനായിട്ട്. ഇന്നലെ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരു മൂഡിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. മുന്നോട്ട് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഹാപ്പി ജേണി. പൊട്ടറ പട്ടി. ഓട്ടാനാ നിന്നെ കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ ഇറങ്ങിയേ പറ്റുള്ളൂ കേട്ടാ. വീഡിയോ നിൻ്റെ അവിടുത്തെ ടീമിനെ കാണിക്കണം. മാക്സിമം ഉള്ള മതാമ്മക്കൊക്കെ അയച്ചു കൊടു. അപ്പോൾ പിന്നെ ഞാൻ വരുമെന്ന് പറ്റിയവനെയും കൊണ്ട് വരും, ഇല്ലെങ്കിൽ ഫോർവേഡ് ഇട്ട് കൊണ്ടുവരും ഞാൻ. പോട്ടാ, പോയിട്ട് വരാം. വിളിക്കണേ കേട്ടോ. എനിക്ക് ശരിക്കും പറയാൻ കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്. സന്തോഷമുണ്ട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഇന്നലെ തൊട്ട് എനിക്കൊരു വല്ലാത്തൊരു എന്താണ് ആ ഫീലെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞില്ല. അത് ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കില്ലേ, ശരിക്കും ഈ പ്രവാസികളായിട്ടുള്ളവർ സമ്മതിക്കണം കേട്ടോ. അപ്പോ ശരിക്കും അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നേരെ പറയാം, എൻ്റെ ബന്ധുക്കളുടെ കണ്ണിൽ ഞാൻ വീട്ടുകാരെ പറ്റിച്ചിങ്ങനെ കറങ്ങാൻ പോകണമെന്നുള്ളൊരു ഇതാണ് അവർ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം തേടി പോകണമെന്നാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ സംസാരിച്ച് ശരിയാവൂല. എന്തായാലും എൻ്റെ കൂടെ നിന്നേക്കണേ. ഞാൻ അവന് മാത്രമേ ഉള്ളൂ. ഈ പോണത് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോറബിൾ പാസ് ആയിട്ടുള്ള ഉംലിംഗ പാസിൽ കയറാനായിട്ട് പോണത്. അപ്പോൾ ഇവൻ ഇതുവരെ ഓടിയെത്തോ ഇല്ലയോ അതിൽ എനിക്ക് സംശയമില്ല, ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ വേറെ അഡീഷണൽ ചിലവോ കാര്യങ്ങളോ ഒന്നും വരാതെ സെറ്റായിട്ട് പോയിട്ട് വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിൽ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇനിയുള്ള 2 ദിവസം അതൊന്ന് കടന്നു കിട്ടണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. പോണ വഴിക്ക് എന്തായാലും പറയാം. ഞാൻ ഇനി നേരെ പോണത് സനൻ്റെ ഷോപ്പിലാണ്. അവിടെ പോയിട്ട് എനിക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഓയിലും അവൻ മാറി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്ത് അവൻ ചെയ്യണ ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് എനിക്ക്. ഒരുപാടുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഒരുപാട് പേര്. എല്ലാം പറയാം കേട്ടോ. ആദ്യത്തെ പെട്രോൾ അടിക്കുകയാണ് കേട്ടോ ഇവിടെ പറഞ്ഞേട്ടാ. യാത്ര സന്തോഷത്തോടെ തിരിക്കാൻ. ഞാൻ ശരിക്കും പറയാം കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കരഞ്ഞു പോയി. അച്ഛൻ്റെ മുഖത്ത് ഞാൻ നേരെ നോക്കി പോലില്ല. നോക്കിയാൽ കരയും. എന്താണ് ബ്രോ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്നുള്ളതായിരിക്കും ചിന്തിക്കണേ. നമ്മൾ ഈ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിലും വലിയ കുറേ പേരെ നമ്മൾ കുറേ നാളത്തേക്ക് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവരെ പിരിഞ്ഞിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഒന്നൊരു ഇതുണ്ട്. അത് ശരിക്കും അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അതാണ് പറഞ്ഞു, ഈ ഗൾഫിലൊക്കെ പോകണവരെ അവരെ ശരിക്കും സമ്മതിക്കും. നിസ്സാരം പറയാം, ഞാൻ മാക്സിമം ഒരു 30-35 ദിവസം മാക്സിമം അതിനകത്ത് ഞാൻ എന്തായാലും വരും. 28-30 ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് അതിനനുസരിച്ചിരിക്കും എൻ്റെ ഒരു യാത്രയുടെ ദൂരം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ദിവസം ഞാൻ എന്നും എൻ്റെ വീട്ടുകാരെ അടുത്താണുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പം സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഈ ഒരു യാത്ര ഞാൻ ഒറ്റയ്ക്ക് പോവേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഒറ്റയ്ക്കെല്ലാം കൂടെ ഉണ്ടല്ലോ, അച്ചുകൂടെ കാണുമെന്ന് വിചാരിച്ചാണ്. അപ്പൊ അവന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് അവനും പോവുകയാണ്. എന്താന്നുള്ളതെല്ലാം ഞാൻ പറയാം കേട്ടോ. അവൻ അവിടെ എത്തിയിട്ട് അവനൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. എനിക്ക് ഇതിന്റെ ഇടയിൽ ഇനി അമീറിനെ കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവന് ഇതിനിടയ്ക്ക് പനി അടിച്ചേട്ടാ. എന്നിട്ട് ഇന്നലെ എന്റെ വണ്ടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 1-2 മണി അടുപ്പിച്ചാവും. എനിക്കൊരു കോൾ വന്ന്, വേറെ ആരല്ല, ചെറുക്കൻ തന്നെയാണ് വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാ ഞാൻ വീട്ടിലിടാ. എന്തായി? ഞാൻ പറഞ്ഞ് എല്ലാം റെഡി ആക്കിടാന്ന് പറഞ്ഞു. വണ്ടി നിങ്ങൾ നോക്കിയാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നീ നോക്കിയില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ നോക്കി, എന്നാലും നിങ്ങളത് കൊണ്ടുപോവാ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരം കൊണ്ടു കൊടുത്തിടാം. ഇതിന്റെ A-Z കാര്യവും കംപ്ലീറ്റ് അവൻ നോക്കി. ഫ്ലഗ് കാര്യങ്ങളെല്ലാം, എയർ ഫിൽറ്റർ, പിന്നെ അതുപോലെ ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, ഏകദേശം അതായത് നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് അവൻ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വാ, നമ്മൾ ഇത്തവണ എന്തായാലും തെറ്റൂല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞ്. ഇവിടെ അങ്ങനെയൊക്കെ പറയാനേറ്റേ എൻ്റെ കൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലെന്ന്. ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും പോലെ അല്ല. നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കും നമ്മളെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കേണ്ട കേസാണ്. അപ്പോൾ അത്രേ ഉള്ളൂടെ. ഞാൻ അതിനാ കൂട്ടുപോയിട്ട് സംസാരിക്കാം. അയ്യോ എൻ്റെ പൊന്നെ, ഇത്രയും വലിയൊരു ഫീലായിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നേരെ പാരിപ്പള്ളി, അവിടെ നിന്ന് നേരെ
എറണാകുളം. ഓക്കെ, പതിയെ പോണേ ഉള്ളൂ. സേഫായിട്ട് പോയിട്ട് വരും ഞാൻ കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ സനന്റെ ഷോപ്പിലെത്തി കേട്ടോ. നെക്സ്റ്റ് ഇയർ ഷോപ്പ് എത്താറായി. ഇവിടുന്ന് ഏതാണ്ട് ഒരു 400 മീറ്ററാണ് കാണിക്കുന്നത്. ഞാൻ വന്ന റൂട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വരാത്തൊരു റൂട്ടാണ് കേട്ടോ. ടോളൂറോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന്റെ ബോർഡ് കണ്ട്. ബോർഡല്ല, ഞാൻ ആ റൂട്ടാണ് വന്നത്. എനിക്ക് റൂട്ട് വഴി പിടിയിട്ടില്ല. ഗൂഗിൾ മാപ്പ് ഒരു റൂട്ട് കാണിച്ചത്, ഞാൻ അത് വഴി കയറി പോകുന്ന കേട്ടോ. പക്ഷെ തിരക്കില്ലായിരുന്നു, നല്ല പീസ്ഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചു വന്നു കേട്ടോ. ഒരു ഓപ്പൺ ചെയ്യണതേ ഉള്ളൂ. ഓക്കെ, അപ്പം വണ്ടിയുടെ മൊത്തത്തിലുള്ള കോലം ഇതാണ് കേട്ടോ. എനിക്കിതൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഇതിനകത്ത് കുറച്ച് ലൈനറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ടെൻറ്റ്, തുണിയും ലൂബും പിന്നെ കുറച്ച് ആഹാരം ഇരിപ്പുണ്ട് കേട്ടോ. ആഹാരം എന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇതിനകത്ത് കംപ്ലീറ്റ് ക്യാമറയും ഗാഡ്ജറ്റ്സ് ബാക്കി കാര്യങ്ങളെല്ലാം ആണ്. വണ്ടി എങ്ങനെയുണ്ട്? ഫുൾ ലോഡായപ്പോൾ ഒരു ടോപ്പ് ബോക്സ് ആയിരുന്നു ഈ പൊളിച്ചനല്ലേ. വണ്ടി ഒന്ന് റെഡിയാക്കുക, നമുക്ക് ഇവിടെ നിന്ന് തിരിക്കുക. അതാണ് പരിപാടി. ഓക്കെ. ഏകദേശം വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ആകെ ടയറും കൂടെ മാറുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് നെക്സ്റ്റ് ഇയറിലാണ്. നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കാര്യങ്ങൾ കണ്ടപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സനൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ അവൻ ചെയ്തത് ഏറ്റവും വലിയൊരു ഹെൽപ്പാണ്. നിർത്തിക്കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. ഞാനിപ്പോൾ അത് വേറൊരു ടീം ഏറ്റിരുന്നതാണ്, പക്ഷേ അത് സ്കിപ്പായപ്പോൾ അവൻ എന്നെ സഹായിച്ചു. നന്ദി പറയുന്നില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, നിങ്ങൾ കാര്യം ഒന്ന് നോക്ക്. പിന്നെ പർച്ചേസ് ചെയ്യാൻ അവിടെ ഡെലിവറി ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തരും. പിന്നെ നമ്മുടെ വണ്ടി ടയറൂടെ ഉള്ളൂ മാറാനായിട്ട്. അപ്പോൾ ടയറൂടെ മാറിയാൽ സെറ്റാവും. നല്ല സെറ്റ് വണ്ടി. ബാക്കി പരിപാടി എന്തായാലും ഇനി വീഡിയോയിൽ കാണാം. ഇനി നേരെ കൊച്ചിയിലോട്ടാണ് പോണത്. അപ്പോൾ ബാക്കി എന്തായാലും ഞാൻ പോണ വഴിക്ക് പറ്റിയൊരു ഡ്രോൺ ഷോട്ടോടെ അടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ കൊച്ചി. ഈ ഒരു റൈഡിൽ ആദ്യത്തെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് കേട്ടോ. ഇത് 1-2 നമ്മുടെ പയ്യന്മാർ കൊണ്ടുപോയി. പിന്നെ ഷോപ്പിൽ അല്ലെങ്കിൽ ഞാനായിട്ട് ഒട്ടിക്കുന്നത് ഇത് ആദ്യത്താണ്. അതായത് നമ്മുടെ സനന്റെ ഷോപ്പിൽ. എവിടെയാണ് അടിച്ചോ? ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളില്ലേ? ചെറിയ ചരിവുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 5 സംതിങ്ങിൻ്റെ ആണ് വർക്ക്. ഇതായിപ്പോൾ നമ്മുടെ വണ്ടിക്ക് സനല് ചെയ്തു തന്നത്. സനലെ, എടാ താങ്ക്സ് ഒന്നും പറയില്ല, വന്നിട്ട് കാണാം. ഞാൻ വരും. അയ്യോ, അമ്മയടുത്തൂടെ ഒന്ന് പറഞ്ഞേരെ. ഒറ്റയ്ക്കാണ് പോണത്, ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറ. പോക്കോട്ടോ, വന്നിട്ട് എന്തായാലും ഞാൻ വരും ഇങ്ങോട്ട്. പോട്ടാ, പോണേ. ഓ, എങ്ങോട്ട് പോണേ? വാ 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 വാ. ഓ, ഇന്ന് ഇവിടുന്ന് നേരെ കൊച്ചി, അവിടുന്ന് പിന്നെ കോഴിക്കോട് പോകണം, പിന്നെ ബാംഗ്ലൂർ. എടാ അതെ, കൊട്ടാരക്കര പോകുമ്പോൾ നമുക്ക് ഏതാണ് എളുപ്പം? ആ റോഡാണോ? അതിന് ഈ റോഡാണോ അതോ ഇതാണോ? ഇതൊരു ഓ കുഴപ്പമില്ല, നോക്കടാ. ഓഹോ, ഒരു ഡിഫറെൻറ്റ് റൂട്ടാണ് കേട്ടോ. ഞാൻ ഇതുവഴി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇനി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഓണാക്കിയത് കേട്ടോ. ഞാൻ ശരിക്കും പറയാം, രാവിലെ ഇത്രയും വലിയ സീൻ അൽക്കുലത്താവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആകെ ഒരു ചെറിയൊരു വിഷമേ ഉള്ളൂ. അത് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓ തുടങ്ങി മറ്റേ ശോകം അടിക്കണ്, ദാരിദ്ര്യം പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും ഞാൻ അതുകൊണ്ടാണ് സനൽ ഇത്രയും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നപ്പോഴേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. 5000 സംതിങ് രൂപ പറഞ്ഞിട്ടുണ്ട്. അറൗണ്ട് ഒരു 6000 രൂപ അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് സ്റ്റേ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേക്ക് കൊടുക്കാം. അത്യാവശ്യം ഫുഡ് കഴിക്കണമെന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ അവൻ ചെയ്തെന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെയാണിത്. ഇപ്പം ഞാൻ അത് ചെയ്ത് തന്നുകൊണ്ട് പറയണം. ഞാനതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറയും അവന് ഫ്രീ കിട്ടി ഉണ്ടാവാൻ അവന് പോയിട്ട് പറയണം എന്ന് പറയും. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ ബോധേഡാവുന്നില്ല. എന്നാലും ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഭയങ്കര ഈ ഒരു സമയത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെയാണിത്. റോഡ് കൊള്ളാം കേട്ടോ, ഈ ഒരു റോഡ് കൊള്ളാം. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ എനിക്ക് യാതൊരു പിടിയില്ല. അങ്ങ് പോവേണം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഈ സിംഗപ്പൂർ റൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു റൈഡിന് വേണ്ടിയിട്ട്
ഫണ്ട് കണ്ടെത്തുക, അതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ റീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിലവിൽ ഒരു സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ യൂട്യൂബിൽ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചോദിക്കാം, ഒരു റിക്വസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ നിലവിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാലേ, അതിപ്പം വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടൂല, അതെനിക്ക് നന്നായിട്ട് അറിയാം. മാസം EMI ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ജഗപുക തന്നെയാണ്. ഇനി അങ്ങോട്ട് ഞാൻ പെടും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഓവർകം ചെയ്ത് വരിക എന്ന് പറയുന്നതാണ് എൻ്റെ മുന്നിലെ ടാർഗറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഇനി കൂടുതൽ ഞാൻ സംസാരിക്കില്ല. അപ്പോൾ ആ ഒരു റൈഡ് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. അത് ഈ വർഷം തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. ഞാനിപ്പോൾ പോകുന്നത്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ്സായിട്ടുള്ള ഉംലിംഗ പാസിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ കയറ്റി വിടുമോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നിലവിൽ എൻ്റെ പേരിൽ വണ്ടി ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സീനാവുമെന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും കയ്യും കാലും പിടിച്ചിട്ടായിരുന്നാലും ശരി തന്നെ എനിക്ക് എൻ്റെ വണ്ടി അവിടെ ഓടിച്ച് കയറണം എന്നൊരു ആഗ്രഹമുണ്ട്. കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. മാക്സിമം നിങ്ങൾ വൈകുന്നേര സമയത്ത് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, ഇങ്ങനെ മനസ്സിൽ കൈവച്ചിട്ട് പുള്ളിക്കാരനൊരു കുഴപ്പവും പറ്റാതെ വീട്ടിലെത്തണേ എന്ന്. ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. 158 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊച്ചി വരെ. അപ്പോൾ എന്തായാലും നേരെ ഇനി അവിടെ പോയിട്ട് കാണാം. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല വിഷ്വൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോൺ ഷോട്ട്സോ കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനൽ ഹൈവേയിലെത്തി കേട്ടോ. ഞാൻ ഒരു ഫ്രീ അഡ്വൈസ് തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെന്നുണ്ടെങ്കിൽ ദൂരെ കളഞ്ഞേക്കും. സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മളുടെ അടുത്തൊരു ഡയലോഗ് പറയും, വരൂ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പുതിയ റൂട്ട് കാണിച്ചു തരാം, വെരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് എന്നങ്ങ് പറയും. നമ്മളെന്ത് ചെയ്യും, ആ ഒരു റൂട്ടിൽ അങ്ങ് സെലക്ട് കൊടുക്കും. പച്ചയൊക്കെ കത്തി കിടക്കും കേട്ടോ, എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്താന്ന്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എത്തിയില്ലെന്ന് പറയില്ല. എന്നാൽ ഈ വരുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ട്രാഫിക് ജാം ഒന്ന് വന്നു നോക്കണം. അത് ഈ ഒരു ക്ലൈമറ്റിൽ ഉരുവി ചത്ത് പണ്ടാറടങ്ങി ഒരു ലെവലാവും. പിന്നെ ഞാൻ ആ ഒരു ട്രാഫിക് ജാമിൽ കിടന്നുള്ളൂ, ഒരു പരിധി വരെയും ചാടിഞ്ഞ് പോകും. ഹൈവേ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ട് ഒരു 75-80 ഈ റേഞ്ചേ പിടിക്കണുള്ളൂ. ഞാൻ അതിന് മുകളിലോട്ട് ഞാൻ വണ്ടി കയറ്റില്ല. ഞാൻ മണിമലയാറ് കഴിഞ്ഞ കേട്ടോ, കോട്ടയം റൂട്ടാണ്. ഇനി ഫുഡ് അടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ തന്നെ 1:30 കേട്ടോ. എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് കഴിക്കണം. ഏതെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലമാണ് നോക്കണം കേട്ടോ. ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കിട്ടുന്നിടത്ത് കയറി ഫുഡ് കഴിക്കാൻ പോവുക. പെട്ടെന്നൊന്നും പറയാൻ പറ്റിയില്ല, വിശന്ന് മനുഷ്യൻ്റെ അടപ്പിളവി കേട്ടോ. അതുകൊണ്ട് ഓടി ഒരിടത്ത് ഫുഡ് കഴിക്കാൻ കയറി. നല്ല ഹോട്ടൽ കേട്ടോ. ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് പറയാം, ഫുഡ് കഴിച്ച് തുടങ്ങി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ആലോചിച്ച വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന്. ചോറ് പൊടി കേട്ടോ. ഞാൻ പറഞ്ഞ ആരെയും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോണ സമയത്ത് ബാക്കി പറയാൻ വിശക്കണം കേട്ടോ. എന്താ ഈ ഒരു ഹോട്ടലിൽ കയറിയാണ് ആഹാരം കഴിച്ചേട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന അതേ സ്വാദ് കിട്ടിയേട്ടാ എനിക്ക്. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കില്ലേ, ആ ഒരു ഫീല്. ഇത്രയും വെയിലത്തുനിന്ന് വന്നിട്ട് ഇത്രയും ഒരു തണലിടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ പൊന്ന്. കുറേ ചൂടത്ത് നിന്നിട്ട് കുറച്ച് ഐസ് ഇട്ടിട്ട് ഒരിടത്ത് നമ്മുടെ ദേഹത്തിട്ട് എങ്ങനെ ഇരിക്കും, അതേ ഫീലാണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 ഫോഗ്ലാമ്പിനെ ഞാൻ കത്തിച്ചിട്ടു. ആൾക്കാർ ഇങ്ങനെ നോക്കണുണ്ട്, ഇത് എന്തോന്നൊരു സാധനം. അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തി കേട്ടോ. കൊച്ചിയിലെത്തിയത് അവിടെ നിന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് കൊച്ചി തോന്നുന്നില്ലേ. ഞാൻ അത്യാവശ്യം കൈകൊടുത്ത് കയറി വന്നേട്ടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ടയർ മാറിയേ പറ്റുള്ളൂ. ടയർ ഇന്ന് മാറിയിട്ടില്ലെങ്കിൽ നാളെ മാറാൻ പറ്റൂല. കാര്യം അവരിന്നൂടെ അവിടെ കാണുള്ളൂ കേട്ടോ. ഇലക്ഷൻ ആയതുകൊണ്ട് അവരവരുടെ നാട്ടിലോട്ട് പോവാണ്. അവർ കൂറുള്ള ടീമാണ് കേട്ടോ. അപ്പോൾ അവരെനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തോന്നുന്ന സമയത്ത് വന്ന് കയറിയ അതൊരു വല്ലാത്തൊരു ഇതായി പോലെ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ഞാൻ ഒരു ഡ്രോൺ ഷോട്ട് പോലും എടുക്കാതെ ഇനി പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഇനി 5.3 കിലോമീറ്റർ ഉള്ളൂ ടോർക്ക് ബ്ലോക്കിൻ്റെ അവരുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയിലോട്ട് എത്താനായിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ കാണണം. എന്നിട്ട് നമുക്ക് 2 ടയർ മാറണം. പറ്റിയാൽ നമുക്കിന്ന് ഇവിടെ സ്റ്റേ പിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രാത്രി തന്നെ ഇവിടുന്ന് നേരെ കോഴിക്കോട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ രാവിലെ എങ്ങനെയൊക്കെ തുടങ്ങി, പിന്നെ ഓടിച്ച് തീർത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. നമുക്ക് അടുത്ത് വരുന്ന വീഡിയോസ് വല്ല സെറ്റാക്കാം. കാര്യം ഇന്ന് എനിക്ക് ടയർ സെറ്റാക്കിയേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടയർ മാറിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാനായിട്ട് അതൊരു ഇതാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണം കേട്ടോ. വല്ലാത്ത ചടങ്ങ്. അതായത് ഇവിടെ നിന്നൊരു യൂ ടേൺ എടുക്കണം, അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു യൂ ടേൺ എടുക്കണം. എങ്ങനെയൊക്കെയോ ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുണ്ട്. ആ റോഡിൽ ഇറങ്ങണം കേട്ടോ, എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. മുമ്പ് ഇങ്ങോട്ട് വെക്കണ്ട.
നമ്മൾ തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുമെന്നറിയാം, അത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു കറക്കറിയാൻ അങ്ങ് പോകും. അല്ലാതെ പിന്നെ വേണ്ട ഇവിടെ വരാനാണെങ്കിൽ ഈ കറക്കം അത്രയും കറങ്ങിയത്. എൻ്റെ അമ്മ അതേ ഇതിനകത്ത് വരാനാണ് ഈ പെടാപ്പാട് എത്രയും പെട്ടത് കേട്ടോ. ഏതാ ആണോ? ഓ ശരി 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 ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഗൈസ്. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ എന്താ ഈ ഒരു ടയറൊന്ന് മാറി എന്തായാലും റെഡിയാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യം വേറൊരു കാര്യമാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നടന്നു പോകാത്തതുകൊണ്ട് മുകളിലിരിക്കാൻ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് പോട്ടെന്നാണ് ബ്രോ പോണേ. അപ്പോൾ ഇത് കൊണ്ടുപോയി ഒന്ന് മാറിയിട്ട് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ, സമ്മതിക്കണം ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ. ഓ എന്തോന്നൂടെ ഇതങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഞാൻ മറക്കൂല. കാര്യം എന്താണെന്നറിയോ, ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് അലഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിങ്ങൾ ഈ തിരക്ക് കണ്ടോ, അതായത് ഇത് കണ്ടോ, ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ടയർ ഈ രണ്ടും ഇതിൻ്റെ മണ്ടയ്ക്കാണ്. നിങ്ങൾ കണ്ടില്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ വരണ കാറും അതും ഇതും എല്ലാം ഇങ്ങനെ തട്ടിമറിച്ച് ഒരു ക്ഷമയില്ലാത്ത ഒരു നാട്ടുകാർ കേട്ടോ. ഛേ, ഒരു ക്ഷമയില്ലാത്ത ആൾക്കാർ ഇവിടെ ഉള്ളതെല്ലാം കംപ്ലീറ്റ്. എങ്ങനെയെങ്കിലും നമ്മളെ പാസ് ചെയ്ത് പോകണം, അതായത് അവരെ കാര്യം നടക്കണം. ഓ ഉമ്മോ, ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ വെച്ച് സെറ്റ് ചെയ്തേട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ വലിയ ടയർ കിടന്നിട്ട് ഇപ്പോൾ ഇത് കിടക്കണം കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് ശരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഒരു നന്ദി പറയണ്ടേ കലൂർ ടയേഴ്സ്. ഞാൻ ഈ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ഇടുന്ന് ഓടി കേട്ടോ. ആ ഓക്കെ, താങ്ക് യു ബ്രോ. ഓ പേരെന്താ? അബി. ഓക്കെ ഓക്കെ ഓക്കെ. സൊമാറ്റോ പറഞ്ഞതാ? ഓ ശരി ശരി ശരി. അപ്പം ഞാനിപ്പോൾ പോണത് ട്രെയിൽ ബ്ലേസറിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ട്രെയിൽ ബ്ലേസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ ആളെ. അവൻ്റെ RS കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒരു ഡെഫിനേഷൻ്റെ കാര്യമല്ല. ഞാനിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും നിലവിൽ എനിക്കില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിക്കില്ല. ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞാണ്. എനിക്ക് വേറെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നിലവിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പം ഈ റൈഡ് പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചതാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ പണ്ട് പോലെയുള്ള കമ്പനിയാണ്. കാര്യം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവനെ വിളിക്കണമെന്ന് വിചാരിക്കണതേ ഉള്ളൂ, ആശ എന്നെ വിളിക്കും കേട്ടോ. അങ്ങനെ അത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ്. അതെങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ടൊരു റൂട്ട് വേണം. ഞാൻ ഈ റൈഡ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടേ. അതിപ്പോൾ അവർ പറയണതിൽ കാര്യമുണ്ടില്ലെന്ന് പറയില്ല. കുറച്ച് ഡേഞ്ചറാണ് ഒറ്റയ്ക്ക് പോകുമ്പം. നമ്മളെ ഒരുപാട് പേര് വാച്ച് ചെയ്യും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കും. എന്താ വെച്ചാൽ മറ്റ് സംസ്ഥാനത്തുള്ളവർ മെയിനായിട്ടും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോകണം, നേരെയല്ലേ പോകണ്ട. മറ്റ് സംസ്ഥാനത്തുള്ളവരെ കേസാണ് പറഞ്ഞിട്ട്. പ്രത്യേകിച്ചും കർണാടക ആ ഒരു ടീം കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ് എന്ന് പലരും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇനിയൊരു പ്ലാൻ വേണമെന്ന് എനിക്ക് തോന്നി. അതിപ്പം കൊച്ചിയിൽ നിന്ന സമയത്താണ്. ഒരു കാര്യമില്ല, ഞാൻ ഡിമടിക്കില്ല, എനിക്ക് റോഡ് കൊണ്ടേ പറ്റൂ. അപ്പോൾ വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു കറക്റ്റായിട്ട് പ്ലാൻ വേണം. പ്ലാൻ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിനൊന്നും ഒത്തു പോകില്ല എന്തായാലും. അറ്റ്ലീസ്റ്റ് എവിടെ പോകണോ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയെങ്കിലും വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നാളെ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എന്തായാലും ഇറങ്ങാം എന്നുള്ള ഒരു ഇതിലാണ്. അതായത് മറ്റന്നാൾ ഞാൻ കോഴിക്കോട് നിന്ന് തിരിക്കും കേട്ടോ. കോഴിക്കോട് നേരെ മൈസൂർ, അതായത് കോഴിക്കോട് നേരെ വയനാട്, അവിടെ നേരെ മൈസൂർ, അങ്ങനെ പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇത് പ്രാക്ടിക്കലാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല.
അപ്പോൾ പലർക്കും ചോദ്യം ഇത് നേരത്തെ ചിന്തിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. ഞാൻ ഈ ഒരു റൈഡ് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനമാണ്. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഇതുപോലെ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ടോ? ഞാൻ പറഞ്ഞു ഉള്ളത് വെച്ച് പോകും. ഇപ്പോൾ എവിടെ വെച്ച് തീർന്നോ അവിടെ വെച്ച് ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി വെച്ച് ഞാൻ ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഇപ്പോൾ ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയ കേസ് നിങ്ങൾക്ക് പലർക്കും അറിയാം. എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ആഗ്രഹം നേടിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു സീറോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് സിംഗപ്പൂർ വരെയുള്ള റൈഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചളവളാക്കുന്നില്ല. അപ്പോൾ ആ ഒരു റൈഡിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തണം. നമ്മുടെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മാറ്റം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ ഫീൽഡിൽ നിന്നിട്ട് കാര്യമില്ല. കാര്യം ഓൾമോസ്റ്റ് ഒരു 4 വർഷം അടുപ്പിച്ചായ കേട്ടോ. നാലാമത്തെ വർഷമാണെന്ന് തോന്നുന്നത്. 3 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി യൂട്യൂബിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നേട്ടം വേണം, ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ അതിൽ പിന്നെ അടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോണാറ്റം പോട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം വരണ വഴിക്ക് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇനി ചെയ്യാനായിട്ട് പോണത്, അതാണ് സംഭവം. ഞാനൊരു കാര്യം നിങ്ങളുടെ ഓപ്പണായിട്ട് ചോദിച്ചോട്ടെ. ഈ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ചോദിക്കുന്നതിന് നിങ്ങളൊരു കമൻറ്റ് പറയും. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നത് എത്ര വയസ്സ് വരെ ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നത് എത്ര വയസ്സ് വരെ ആയിരിക്കും? മാക്സിമം ഒരു 35-40 വയസ്സിനകത്ത്. ആ ഒരു വയസ്സിനകത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഈ ഒരു ഏജിനുള്ളിൽ അച്ചീവ് ചെയ്തെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കുറച്ച് നാളിലൂടെ കഴിയുമ്പം ഓരോന്ന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള വകയുള്ള എല്ലാ രോഗങ്ങളും നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ കുറിച്ച് വെച്ച കാര്യം. നമ്മുടെ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു അസുഖം വരുമെന്നോ, അല്ലെങ്കിൽ അവരിത്രയും ഫിസിക്കലായിട്ട് ഡൗൺ ആവുമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കുറച്ച് നാളിലൂടെ കഴിയുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കുമ്പം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അത് ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നം വരുമ്പോൾ അപ്പം മനസ്സിലാവും ചാർലി ബ്രോ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. മനസ്സിലായില്ലേ? നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളിപ്പം എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ റൈഡ് വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഏജിലുള്ളവരായിരിക്കും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് കേൾക്കാൻ താല്പര്യമില്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അതായത് അവന്മാർ ലൈഫായിട്ട് ഒത്തുചേർന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങളെന്തായാലും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രായം വരും. ആ പ്രായം വരുമ്പോഴേക്കും നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്ന് മറുപടി ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ. ഒരു കമൻ്റായിട്ട് അയക്കും. അപ്പോൾ ഈ ഒരു ഏജിനകത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യം അതിന് എന്ത് സംഭവിച്ചാലും എനിക്ക് നേടിയെടുക്കണമെന്നൊരു വാശിയുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടം ഒറ്റയ്ക്കിടന്ന് ഓടുന്നത്. എന്നെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് എന്തായാലും എവിടെയെങ്കിലും എനിക്ക് എത്തിച്ചേർന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഞാനിപ്പോൾ കോഴിക്കോട് പോണ റൂട്ടിലാണ് കേട്ടോ. അങ്ങോട്ട് പോണതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. പിന്നെ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ കുത്തിക്കയറ്റും. കാര്യം രാവിലത്തെ ശോകം കംപ്ലീറ്റ് തീർക്കണമല്ലോ, അതുകൊണ്ട് എന്നെ കാണാൻ പറ്റണം നിങ്ങൾക്ക്. അപ്പോൾ ഇനി നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തുകൊണ്ടാണ് പോണത് കേട്ടോ. ഞാൻ അത് വീഡിയോ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി നേരെ അവൻ്റെ അടുത്താണ് പോണത്. നാളെ മിക്കവാറും അവിടെ കാണും. അത് കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. വലിയ പ്ലാനിങ് കാര്യങ്ങളില്ലായിരുന്നു, പക്ഷേ ഇനി പ്ലാൻ ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് പോണതാണ് കേട്ടോ. ബാക്കി എന്തായാലും വീഡിയോയിൽ വരും. ഇവിടെ ഒരു കടയിൽ നിർത്തിയതാണ്. എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ആകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങാം കുളിച്ചിട്ട്. ഓക്കെ. ഒരു ചെറിയ ചായ കുടിച്ചു കേട്ടോ. ഒന്നും ഇരുന്ന് കഴിക്കാൻ പറ്റണില്ല. ഒന്ന് അവിടെ ഫുൾ ആളാണ് കേട്ടോ. എനിക്കിതാണ് പ്രശ്നം. ഈ ലഗേജ് വെച്ചിട്ടേ ഒരു സ്വസ്ഥമായിട്ടൊന്നും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. രാത്രി വണ്ടി ഒരിടത്തൊന്നും മാറ്റി വയ്ക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഈ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ വരെയും ഈ ടോപ്പ് ബോക്സിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് സ്കിപ്പായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പോലും അത് ശരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ. ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അത്. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഇനി ഇവിടെ നിന്നൊരു 55 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ വീട്ടിലോട്ട്. ഞാൻ കുറച്ചൊന്ന് ടയേർഡായി കേട്ടോ. സത്യം പറഞ്ഞാൽ റൈഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇത്രയും ദൈർഘ്യം പിടിക്കേണ്ടി വരുമെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണം. അമ്മച്ചി അങ്ങനെ
രാത്രി 12 മണി അടുപ്പിച്ച് ആവാറായി കേട്ടോ. എല്ലാവരും ഉറക്കമായെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നോ, അടിയല്ല കിട്ടുമെന്തോ. മണി 12 ഗൈസ്. അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ ബൈ. അമ്മ